ഹായ് ഹലോ വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഞാൻ ലിയാജിത്തെ. അപ്പൊ ടീച്ചിങ് എക്സാംസുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാര് നമുക്കിടയിലുണ്ട്. പ്രത്യേകിച്ച് കേന്ദ്രീയ വിദ്യാലയങ്ങളിലേക്കും നവോദയ വിദ്യാലയങ്ങളിലേക്കും ഇപ്പൊ പുതിയതായിട്ട് വന്നിട്ടുള്ള വേക്കൻസീസും ആ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാരും ഒരുപാട് പേരുണ്ട് അല്ലെ. ബി.എഡ് കഴിഞ്ഞിട്ടുള്ള ഏതൊരാൾക്കും, B.Ed പ്ലസ് C.Tech ക്വാളിഫൈ ആയിട്ടുള്ള ഏതൊരാൾക്കും കിട്ടാൻ പോകുന്ന ഏറ്റവും നല്ല ഒരു അവസരമാണ് ഇപ്പൊ കേന്ദ്രീയ വിദ്യാലയങ്ങളും അതേപോലെ തന്നെ നവോദയ വിദ്യാലയങ്ങളും വന്നിട്ടുള്ള ആ ഒരു വേക്കൻസീസ്. ആയിരക്കണക്കിന് വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ആ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർക്ക് വളരെ യൂസ്ഫുൾ ആകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം. നമ്മുടെ ലേണിംഗ് എവിടെ നിന്ന് തുടങ്ങണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ, who stated that children as active builders of knowledge and little scientists who construct their own theories of the world. ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. ആരാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുള്ളത്? ഓക്കെ, എന്താണ് ആ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം? ചിൽഡ്രൻ ആസ് ആക്റ്റീവ് ബിൽഡേഴ്സ് ഓഫ് നോളജ് അല്ലെ. കുട്ടികളാണ് എന്ത് ചെയ്യുന്നത്? നോളജ് ബിൽഡ് ചെയ്യുന്നത്. പ്ലസ് കുട്ടികൾ എന്ന് പറയുന്നത് എന്താണ്? ലിറ്റിൽ സയന്റിസ്റ്റും കൂടിയിട്ടാണ് അല്ലെ. അവരുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒബ്സർവ് ചെയ്ത് എക്സ്പെരിമെന്റ് ചെയ്ത് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? അവരവരുടേതായിട്ടുള്ള തിയറീസ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. അതിനുള്ള എബിലിറ്റി കുട്ടികൾക്കുണ്ട്. ആരായിരിക്കും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്? സ്കിന്നർ, പാവ്ലോവ്, കാൽജിയും പിയാഷെ. നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് ആരുടെയാണ് എന്നറിയില്ലെങ്കിലും ആ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇത് ഇന്ന ആള് പറഞ്ഞതായിരിക്കും എന്നുള്ള രീതിയിൽ ഗസ് ചെയ്യാൻ പറ്റും അല്ലെ. കുട്ടികൾക്ക് നോളജ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് അല്ലെ. നോളജ് കുട്ടികള് കൺസ്ട്രക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് ആരുമായി റിലേറ്റ് ചെയ്ത് വരുന്നതാണ്? കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം അല്ലെ. അത് നമ്മുടെ പിയാഷെയുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കോൺസെപ്റ്റ് ആണ്. സ്കിന്നറിന്റെ തിയറിയിലും പാവ്ലോവിന്റെ തിയറിയിലും നമ്മൾ കാണുന്നത് ബിഹേവിയറൽ തിയറീസ് ആണ്. ഒരു സ്റ്റിമുലസ് നമ്മൾ കൊടുക്കുന്നു, അതിനനുസരിച്ച് എന്ത് വരുന്നു? ഒരു റെസ്പോൺസ് വരുന്നു അല്ലെ. ആ ഒരു രീതിയിലാണ് സ്കിന്നറും പാവ്ലോവും എന്ത് ചെയ്തിട്ടുള്ളത്? ലേണിംഗിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇനി കാൽജിയുങ്ങിന്റെ കേസ് പറയുമ്പോൾ നമുക്കറിയാം മൂപ്പര് പേഴ്സണാലിറ്റി റിലേറ്റഡ് കോൺസെപ്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഓപ്ഷനിൽ നിന്നും എങ്ങോട്ടേക്ക് എത്താം? കറക്റ്റ് ആൻസറിലോട്ട് എത്താനും പറ്റും. അപ്പൊ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ്സ് തരുമ്പോൾ സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചു നോക്കിയിട്ട് നമുക്ക് ഏകദേശം തിയറീസും കാര്യങ്ങളൊക്കെ അറിയാലോ, അതുമായിട്ട് കണക്ട് ചെയ്യുക, എന്നിട്ട് കറക്റ്റ് ആൻസറിലോട്ട് വരാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ചൈൽഡ് സെന്റേർഡ് പെഡഗോജി മീൻസ്. എന്താണ് ചൈൽഡ് സെന്റേർഡ് പെഡഗോജി എന്ന് പറയുന്നത്? ഓപ്ഷൻ എ, ഗിവിംഗ് മോറൽ എഡ്യൂക്കേഷൻ ടു ദ ചിൽഡ്രൻ. ബി, ആസ്കിംഗ് ദ ചിൽഡ്രൻ ടു ഫോളോ ആൻഡ് ഇമിറ്റേറ്റ് ദ ടീച്ചർ. സി, giving primacy to children's voices and their active participation. D, letting the children be totally free. ഇതിലേതാണ് ചൈൽഡ് സെന്റേർഡ് പെഡഗോജി എന്ന് പറയുന്നത്? കറക്റ്റ് എന്താണ്? ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്? എ ആണോ ബി ആണോ? കുട്ടികൾക്ക് മോറൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നതാണോ? അതല്ലെങ്കിൽ ടീച്ചർ ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറയുന്നതാണോ? കുട്ടികൾക്ക് അവരുടെ ഒപ്പീനിയൻസ് പറയാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണോ? ആക്റ്റീവ് പാർട്ടിസിപ്പേഷനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നതാണോ? അതല്ലെങ്കിൽ അവരെ കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് വിടുന്നതാണോ? ഏതായിരിക്കും ചൈൽഡ് സെന്റേർഡ് പെഡഗോജി എന്ന് പറയുന്നത്? ഇവിടെ ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ സി ആണ് അല്ലെ. ഗിവിംഗ് പ്രൈമസി ടു ചിൽഡ്രൻസ് വോയിസസ് ആൻഡ് ദെയർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. കുട്ടികളെ കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് വിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് നടക്കണമെന്നില്ല, ഒരു നോളജ് കൺസ്ട്രക്ഷൻ ശരിയായ രീതിയിൽ നടക്കണമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഓപ്ഷൻ സി അല്ലെ. എന്താണ്? കുട്ടികൾക്ക് അവരുടെ ഒപ്പീനിയൻസ് പറയാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നു, പ്ലസ് അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള കൃത്യമായിട്ടുള്ള രീതിയിൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും കൊടുക്കുക എന്നുള്ളതാണ് ചൈൽഡ് സെന്റേർഡ് പെഡഗോജി കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, എ ടീച്ചർ ക്യാൻ ഹെൽപ്പ് ചിൽഡ്രൻ ടു പ്രോസസ് എ കോംപ്ലക്സ് സിറ്റുവേഷൻ ബൈ. എങ്ങനെയാണ് ഒരു ടീച്ചർ കുട്ടികൾ ഒരു കോംപ്ലക്സ് സിറ്റുവേഷൻ സോൾവ് ചെയ്യുന്നുണ്ട്? അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ ഏത് രീതിയിലാണ് ടീച്ചർ കുട്ടികളെ ഹെൽപ്പ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ, എൻകറേജിങ് കോമ്പറ്റീഷൻ ആൻഡ് ഓഫറിംഗ് ടു ദ ചൈൽഡ് ഹു കംപ്ലീറ്റഡ് ദ ടാസ്ക് ഫസ്റ്റ്. ബി, നോട്ട് ഓഫറിംഗ് എനി ഹെൽപ്പ് അറ്റ് ഓൾ സോ ദാറ്റ് ചിൽഡ്രൻ ലേൺ ടു ഹെൽപ്പ് ഓൺ ദെയർ ഓൺ. സി, ഗിവിംഗ് എ ലെക്ചർ ഓൺ ഇറ്റ്.
ഡി ബ്രേക്കിംഗ് ദ ടാസ്ക് ഇൻ ടു സ്മോളർ പാർട്സ് ആൻഡ് റൈറ്റിംഗ് ഡൗൺ ഇൻസ്ട്രക്ഷൻസ്. ഇതിൽ കുട്ടികളുടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടാസ്ക്, ഒരു ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ ഏത് രീതിയിലാണ് ടീച്ചർ അപ്രോച്ച് ചെയ്യേണ്ടത്, ശരിയായിട്ടുള്ള ഹെൽപ്പ് ഏതാണ്, ശരിയായ രീതിയിൽ ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റുകൾ ഓഫർ ചെയ്യുന്നതാണോ, അതല്ലെങ്കിൽ ഓഫർ ചെയ്യാതിരിക്കുന്നതാണോ, കുട്ടികൾ അവരവരുടെ തന്നെ രീതിയിൽ കണ്ടുപിടിക്കട്ടെ എന്ന് വിചാരിക്കുന്നതാണോ, അതല്ലെങ്കിൽ അവർക്കൊരു ലെക്ചർ കൊടുക്കുന്നതാണോ, ഇനി അതും അല്ലെങ്കിൽ ആ ഒരു കോംപ്ലക്സ് ടാസ്കിനെ ചെറിയ ചെറിയ ടാസ്കുകളാക്കി ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതാണോ, ഏതാണ് ടീച്ചർ കൊടുക്കേണ്ട ശരിയായിട്ടുള്ള ഹെൽപ്പ് എന്ന് പറയുന്നത്? ഏതാണ് ശരിയായിട്ടുള്ള ഹെൽപ്പ് എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി ആണ് അല്ലെ. ബ്രേക്കിംഗ് ദ ടാസ്ക് ഇൻ ടു സ്മോളർ പാർട്സ് ആൻഡ് റൈറ്റിംഗ് ഡൗൺ ഇൻസ്ട്രക്ഷൻസ്. ഇവിടെ കുട്ടികളുടെ അല്ലെങ്കിൽ കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ളത് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്, വളരെ ടഫ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണെങ്കിൽ അതേത് രീതിയിൽ സോൾവ് ചെയ്യണം എന്നുള്ളത് കുട്ടികൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. അപ്പൊ ടീച്ചർക്ക് എന്ത് ചെയ്യാം, അതിനെ ചെറിയ 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 ഭാഗങ്ങളാക്കി തിരിച്ചു കൊടുക്കാം അല്ലെ. അപ്പൊ കുട്ടികൾക്ക് അത് ചെറിയ രീതിയിൽ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ ആ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കാനും അതിനെ അനലൈസ് ചെയ്യാനും ശരിയായിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനും സാധിക്കും. Next question. When students are given an opportunity to discuss a problem in groups, their learning curve. ഇവിടെ ടീച്ചർ എന്ത് ചെയ്യാണ്, കുട്ടികൾക്ക് ഒരു ഡിസ്കഷനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നു. ഡിസ്കഷനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ട് ആ ഒരു രീതിയിൽ ഒരു ഗ്രൂപ്പ് ലേണിംഗ് പ്രൊമോട്ട് ചെയ്യലാണ് ടീച്ചറോട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നോക്കുമ്പോൾ കുട്ടികളുടെ ലേണിംഗ് കർവിൽ വരുന്ന ചേഞ്ചസ് എന്തായിരിക്കും? ഇറ്റ് ബിക്കംസ് ബെറ്റർ, ബി ഇറ്റ് റിമൈൻസ് സ്റ്റേബിൾ, സി ഇറ്റ് ഈസ് ഡിക്ലൈൻ, ഓപ്ഷൻ ഡി റിമൈൻസ് ദ സെയിം. അപ്പൊ കുട്ടികള് ഗ്രൂപ്പായിട്ട് ഇരുന്നിട്ട് നോളജ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ അവർക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ എന്താ സംഭവിക്കുക? ലേണിംഗ് കർവ് ഡിക്ലൈൻ ആയിട്ട് മാറുമോ, അതല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ട് നിൽക്കോ, സെയിം ആയിട്ട് നിൽക്കോ, അതല്ലെങ്കിൽ അതിലൊരു ബെറ്റർ അതല്ലെങ്കിൽ അതിൽ ഇംപ്രൂവ്മെന്റ്സ് കാണാൻ പറ്റുമോ? എന്തായിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റുക? ഇറ്റ് ബിക്കംസ് ബെറ്റർ അല്ലെ. നമുക്കാണെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് ലേൺ ചെയ്യുന്നതും നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് ലേൺ ചെയ്യുമ്പോഴും അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ലേണിങ്ങിൽ നല്ല നല്ല മാറ്റങ്ങൾ വരും അല്ലെ. ഒറ്റയ്ക്ക് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഗ്രൂപ്പിൽ ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് പഠിക്കാനായിട്ട് പറ്റും. സോ നമ്മുടെ ലേണിംഗ് കർവ് അപ്പൊ എങ്ങനെയായിരിക്കും? ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. പ്രോഗ്രസീവ് ആയിട്ടുള്ള രീതിയിൽ കാണാൻ പറ്റും. അതിലെ ഇംപ്രൂവ്മെന്റ്സ് ആണ് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫാമിലി പ്ലേസ് ഡാഷ് റോൾ ഇൻ സോഷ്യലൈസേഷൻ ഓഫ് ദ ചൈൽഡ്. ഇവിടെ സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ ഒരു ഫാമിലിയുടെ റോൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു കുട്ടിയുടെ സോഷ്യലൈസേഷൻ ശരിയായ രീതിയിൽ നടക്കണമെങ്കിൽ ഫാമിലിയുടെ റോൾ എന്താണ്? എ നോട്ട് സോ ഇമ്പോർട്ടന്റ് റോൾ, എൻ എക്സൈറ്റിംഗ് റോൾ, എ പ്രൈമറി റോൾ, എ സെക്കൻഡറി റോൾ. എന്താണ് ഫാമിലിയുടെ റോൾ എന്ന് പറയുന്നത്? നമുക്ക് ഒരു ഡൗട്ടും ഇല്ലാതെ പറയാം അല്ലെ. ഇറ്റ്സ് എ പ്രൈമറി റോൾ ഇൻ സോഷ്യലൈസേഷൻ ഓഫ് ദ ചൈൽഡ് അല്ലെ. ഫാമിലി പ്ലേസ് എൻ ഇമ്പോർട്ടന്റ് റോൾ ബിക്കോസ് കുട്ടിയുടെ സോഷ്യലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? അവന്റെ ഫാമിലിയിൽ നിന്നുമാണ് അല്ലെ. അപ്പൊ എന്താണ് കുട്ടിക്ക് ഫാമിലിയിൽ നിന്നും കിട്ടിയിട്ടുള്ളത്? അതിന്റെ ബേസിലാണ് അവൻ എന്ത് ചെയ്യുന്നത്? അവൻ പുറത്തിറങ്ങി ബാക്കിയുള്ള ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂസ് അതേപോലെ തന്നെ ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫാമിലിയിൽ നിന്നും അതിനനുസരിച്ചിട്ട് എങ്ങനെ ബാക്കിയുള്ളവരെ കൺസിഡർ ചെയ്യണം, ഏത് രീതിയിൽ നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യണം, അവരെ കൺസിഡർ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ കുട്ടിക്ക് എവിടെ അപ്ലൈ ചെയ്യാം? റിയൽ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഫാമിലി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ പ്രൈമറി റോൾ ഇൻ സോഷ്യലൈസേഷൻ ഓഫ് ദ ചൈൽഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എ കറക്റ്റ്ലി മാച്ച്ഡ് പെയർ? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എ കറക്റ്റ്ലി മാച്ച്ഡ് പെയർ അല്ലെ. തന്നിട്ടുള്ളതിൽ ഏതാണ് കറക്റ്റ്ലി മാച്ച് ചെയ്തിട്ടുള്ള പെയർ എന്ന് പറയുന്നത്? ഓപ്ഷൻ എ കോൺക്രീറ്റ് ഓപ്പറേഷണൽ ചൈൽഡ് ഈസ് ഏബിൾ ടു കൺസേർവ് ആൻഡ് ക്ലാസിഫൈ. ഓപ്ഷൻ ബി ഫോർമൽ ഓപ്പറേഷണൽ ചൈൽഡ് ഇമിറ്റേഷൻ ബിഗിൻസ് ഇമാജിനറി പ്ലേ. ഓപ്ഷൻ സി ഇൻഫാൻസി അപ്ലൈസ് ലോജിക് ആൻഡ് ഈസ് ഏബിൾ ടു ഇൻഫർ. ഓപ്ഷൻ ഡി പ്രീ ഓപ്പറേഷണൽ ചൈൽഡ് ഡിറ്റക്റ്റീവ് തോട്ട്. ഇവിടെ നമുക്ക് ആദ്യത്തെ ഒരു ഭാഗം, അതായത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ ചൈൽഡ്, ഫോർമൽ ഓപ്പറേഷണൽ ചൈൽഡ്, ഇൻഫാൻസി, പ്രീ ഓപ്പറേഷണൽ ചൈൽഡ് അല്ലെ. ഈ 3 കാര്യങ്ങളും അല്ലെങ്കിൽ 4 കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് തിയറി ഏതാണെന്ന് കിട്ടുന്നുണ്ട് അല്ലെ. ആരുടെ തിയറിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? പിയാഷെയുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റുമായി റിലേറ്റ് ചെയ്ത് വരുന്ന തിയറിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
പിയാഷെയുടെ കോൺസെപ്റ്റ് ആണ്. ജനറ്റിക് എപ്പിസ്റ്റമോളജി, അവിടെ ഓരോ സ്റ്റേജിലും കുട്ടിക്ക് ഉള്ള മെന്റൽ എബിലിറ്റീസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ഓരോ വയസ്സ് കൂടുന്തോറും കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന മെന്റൽ എബിലിറ്റീസിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, അവിടെ ഒരു ഇംപ്രൂവ്മെന്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആയി വന്നിട്ടുള്ള പെയർ, കറക്റ്റ് മാച്ച് ചെയ്തിട്ടുള്ള പെയർ ഏതാണ്? ഏതായിരിക്കും ഇവിടെ ആൻസർ വരിക? നമുക്ക് ആൻസർ നോക്കിയാലോ. ഏതാണ്? ഓപ്ഷൻ എ ആണ്. കോൺക്രീറ്റ് ഓപ്പറേഷണൽ ചൈൽഡ് ഈസ് ഏബിൾ ടു കൺസേർവ് ആൻഡ് ക്ലാസിഫൈ, അല്ലെ? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിൽ എത്തുമ്പോഴാണ് ഒരു കുട്ടിക്ക് കൺസർവേഷൻ ഉള്ള എബിലിറ്റി വരുന്നത്, ക്ലാസിഫിക്കേഷൻ ഉള്ള എബിലിറ്റി വരുന്നത്, പ്ലസ് എന്തിനുള്ള എബിലിറ്റിയും കൂടി ഉണ്ട്, സീരിയേഷൻസ്, അല്ലെ? ഇപ്പോൾ കൺസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷർമെന്റിനെ കുറിച്ച് അതേപോലെ തന്നെ വെയിറ്റിനെ കുറിച്ചൊക്കെ കുട്ടിക്ക് എന്ത് വരുന്നുണ്ട്, കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു നോളജ് വരുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിൽ എത്തുമ്പോഴാണ്. ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിൽ ഒരിക്കലും നമുക്ക് എന്ത് കാണാൻ പറ്റില്ല, ഇമിറ്റേഷൻസ് കാണാൻ പറ്റില്ല. ഇമിറ്റേഷൻസ് നമ്മൾ കാണുന്നത് എവിടെയാണ്, സെൻസറി മോട്ടോർ സ്റ്റേജിലാണ്. ഓക്കെ, ഇനി ഇൻഫാൻസി പീരിയഡിൽ നോക്കുമ്പോൾ കുട്ടികൾ ലോജിക്കൽ തിങ്കിങ് അവിടെ എന്ത് ചെയ്തിട്ടില്ല, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ കുട്ടികൾ എന്ത് ചെയ്തിട്ടില്ല, ഡിഡക്റ്റീവ് തോട്ടിനുള്ള എബിലിറ്റി എത്തിയിട്ടില്ല. ഡിഡക്റ്റീവ് തോട്ടൊക്കെ വരുന്നത് എപ്പോൾ മാത്രമാണ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. അപ്പൊ ബിയും സിയും ഡിയും എന്താണ് ഇവിടെ കറക്റ്റ് മാച്ചായി വന്നിട്ടുള്ള പെയർ അല്ല, എന്താണ്, ഓപ്ഷൻ എ മാത്രമാണ് കറക്റ്റ് മാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള പെയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു വൈഗോട്സ്കി ചിൽഡ്രൻ ലേൺ. വൈഗോട്സ്കിയുടെ കോൺസെപ്റ്റ് അനുസരിച്ച് കുട്ടികൾ എങ്ങനെയാണ് ലേൺ ചെയ്യുന്നത്? വെൻ റീഇൻഫോഴ്സ്മെന്റ് ഈസ് ഓഫേർഡ്, ബി ബൈ മെച്ചുറേഷൻ, സി ബൈ ഇമിറ്റേഷൻ, ഡി ബൈ ഇന്ററാക്ടിങ് വിത്ത് അഡൾട്ട്സ് ആൻഡ് പിയേഴ്സ്. വൈഗോട്സ്കി. ഇപ്പൊ വൈഗോട്സ്കി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരേണ്ട കോൺസെപ്റ്റ് ഏതാണ്, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്, അല്ലെ? ZPD എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് നമുക്ക് ഓടി വരേണ്ടത്. ഇനി അദ്ദേഹം സപ്പോർട്ട് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സോഷ്യോ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം, അല്ലെ? സോഷ്യോ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം ആണ് ആര് കൊണ്ടുവന്നിട്ടുള്ളത്, നമ്മുടെ വൈഗോട്സ്കി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ സോഷ്യോ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുട്ടികൾക്ക് നോളജ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്, പക്ഷെ അതിന് ആരുടെ ഹെൽപ്പ് വേണം, അവന് സൊസൈറ്റിയുടെ ഹെൽപ്പ് വേണം. സൊസൈറ്റിയുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്, നോളജ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ ആ ഒരു കോൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യാൻ പറ്റും, അല്ലെ? ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? അക്കോർഡിംഗ് ടു വൈഗോട്സ്കി, children learn by interacting with adults and peers, അല്ലെ? അഡൾട്ട്സുമായിട്ടും പിയേഴ്സുമായിട്ടും ഇന്ററാക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്, ലേൺ ചെയ്യുന്നത്. ഇവിടെ റീഇൻഫോഴ്സ്മെന്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് സ്കിന്നറുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കോൺസെപ്റ്റ് ആണ്. ബൈ മെച്ചുറേഷൻ, മെച്ചുറേഷൻ എന്ന് പറയുന്നത് പിയാഷെയുടെ കോൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. ഇനി ബൈ ഇമിറ്റേഷൻ എന്നുള്ളത് ബന്ദുരയുടെ സോഷ്യൽ ലേണിംഗുമായി റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പൊ കണക്ട് ചെയ്ത് എന്ത് ചെയ്യുക, കാര്യങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. സോഷ്യൽ ലേണിംഗ് തിയറി ബൈ ബന്ദൂര. നമ്മൾ ഏതൊരു PYQ ചെയ്യുമ്പോഴും ഇപ്പോഴും പറയുന്നതാണ്, അതിലെ ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് എന്ത് ചെയ്യണം, മാക്സിമം കണക്ട് ചെയ്തിട്ട് തന്നെ ഓർമ്മയിൽ വെക്കണം. കാരണം ഒരു കാര്യം റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ഓർക്കുമ്പോഴാണ് അതെപ്പോഴും നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ തങ്ങി നിൽക്കുന്നത്. നമ്മൾ പഠിച്ചൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ആവർത്തിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ലെങ്കിൽ, പറയുന്നില്ലെങ്കിൽ, ഓർക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അത് എങ്ങോട്ടേക്ക് പോവും, നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലോട്ട് പോവും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് മേടിക്കണം, നല്ലൊരു റാങ്ക് വേണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം PYQs ചെയ്യുമ്പോൾ അതുമായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഓർക്കാനായിട്ട് ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റലിജൻസ് ഈസ്. എന്താണ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് കാപ്പബിലിറ്റീസ്, B, a singular and genetic concept. Option C, the ability to imitate others. Option D, a specific ability. ഇതിൽ ഏതാണ് കറക്റ്റ് ഒരു ഡെഫിനിഷൻ അതല്ലെങ്കിൽ ഒരു മീനിങ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നത്? അത് ഒരു കൂട്ടം കാപ്പബിലിറ്റീസ് ആണോ, അതല്ലെങ്കിൽ ജനറ്റിക് ആയിട്ടുള്ള സിംഗുലർ കോൺസെപ്റ്റ് ആണോ, ബാക്കിയുള്ള അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ആണോ, ഒരു സ്പെസിഫിക് എബിലിറ്റി ആണോ ഇന്റലിജൻസ് എന്നുള്ളത്? ഏതായിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്? ഇന്റലിജൻസ് ഈസ് എന്താണ്? ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് കാപ്പബിലിറ്റീസ്, അല്ലെ?
നല്ല രീതിയിൽ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പറ്റുക, എൻവയോൺമെന്റുമായിട്ട് നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുക, ലോജിക്കൽ തിങ്കിങ് നടത്തുക, അബ്സ്ട്രാക്ട് തിങ്കിങ് നടത്തുക, ഇതൊക്കെ എന്ത് തന്നെയാണ് നമ്മൾ ഇന്റലിജൻസിന്റെ ഭാഗമായിട്ടാണ് പറയുന്നത്. അപ്പൊ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു കൂട്ടം കഴിവുകളാണ് നമ്മൾ ഇന്റലിജൻസ് അല്ലെങ്കിൽ ബുദ്ധി എന്ന് വിളിക്കുന്നത്. ഇനി ഇവിടെ എ സ്പെസിഫിക് എബിലിറ്റി ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു സ്പെസിഫിക് എബിലിറ്റി അതല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫീൽഡിലുള്ള ഡൊമൈനിലുള്ള നമ്മുടെ എബിലിറ്റീനെ നമ്മൾ എന്തായിട്ടാണ് വിളിക്കുന്നത്? ഇന്റലിജൻസ് എന്നുള്ള രീതിയിലല്ല വിളിക്കുന്നത്, നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് അല്ലെ, ആപ്റ്റിറ്റ്യൂഡ്. സ്പെസിഫിക് എബിലിറ്റിനെ നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് എന്നാണ് വിളിക്കുന്നത്. പലതരത്തിലുള്ള എബിലിറ്റീസിന് ഒരു കൂട്ടത്തിന് നമ്മൾ ഇന്റലിജൻസ് എന്ന് വിളിക്കുന്നു. അപ്പൊ മാറിപ്പോകരുത് കേട്ടോ. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് എബിലിറ്റി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which one of the following statements best describes inclusion? Inclusion എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഇതിൽ ഏതാണ്? It is the belief that children need to be segregated according to their abilities. B, it is the belief that some children cannot learn at all. Option C, it is the philosophy that all children have a right to get an equal education in a regular school system. Option D, it is the philosophy that special children are a special gift of God. ഇതിൽ ഏതാണ് ഇൻക്ലൂഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്? ഏതാണ് ഇത്? കുട്ടികളെ അതല്ലെങ്കിൽ സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികളെ സെഗ്രഗേറ്റ് ചെയ്ത് പഠിപ്പിക്കുന്നതാണോ? ഇനി അതും അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് ഒരിക്കലും ലേൺ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ബിലീഫ് പറയുന്നതാണോ? ഇതല്ലെങ്കിൽ എല്ലാ കുട്ടികളെയും കൂട്ടത്തിൽ തന്നെ ഇപ്പൊ സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികളെ റെഗുലർ സ്കൂളിൽ പഠിപ്പിക്കണം എന്ന് പറയുന്നതാണോ? അതല്ലെങ്കിൽ സ്പെഷ്യൽ ചിൽഡ്രൻസ് എന്ന് പറയുന്നത് ഒരു ഗോഡിന്റെ സ്പെഷ്യൽ ഗിഫ്റ്റുകളായിട്ട് കൺസിഡർ ചെയ്യണം എന്ന് പറയുന്നതാണോ? ഇതിൽ ഏതാണ് ഇൻക്ലൂഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റിനെ ശരിയായ രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ് അല്ലെ. ഇറ്റ് ഈസ് ദ ഫിലോസഫി ദാറ്റ് ഓൾ ചിൽഡ്രൻ ഹാവ് ദ റൈറ്റ് ടു ഗെറ്റ് എൻ ഈക്വൽ എഡ്യൂക്കേഷൻ ഇൻ എ റെഗുലർ സ്കൂൾ സിസ്റ്റം. എല്ലാ കുട്ടികൾക്കും എന്തിനുള്ള റൈറ്റ് ഉണ്ട്? എല്ലാ കുട്ടികളുടെയും പോലെ തന്നെ ഒരു റെഗുലർ സ്കൂളിൽ പോയിട്ട് അവിടെ നിന്നും എഡ്യൂക്കേഷൻ അറ്റൈൻ ചെയ്യാനായിട്ടുള്ള റൈറ്റ്, ഈക്വൽ എഡ്യൂക്കേഷൻ അല്ലെ, ഒരേ രീതിയിലുള്ള എഡ്യൂക്കേഷൻ നേടാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. അതാണ് ഇൻക്ലൂഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ക്ലാസ് റൂമുകളിലൊക്കെ എന്താക്കി മാറ്റിയിട്ടുള്ളത്? ഇൻക്ലൂസീവ് ക്ലാസ് റൂം അല്ലെ. കുട്ടികളുടെ എബിലിറ്റീസ് ഒന്നും തന്നെ കൺസിഡർ ചെയ്യാതെ എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ഈക്വൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഈക്വൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഇൻക്ലൂസീവ് ക്ലാസ് റൂം. ഓക്കെ, അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്കറിയാം ഓവിഡ് ഡക്രോളി അല്ലെ. ആരാണ് ഓവിഡ് ഡക്രോളി? അതായത് നമ്മുടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് പ്രസന്റ് ചെയ്തിട്ടുള്ള ആളാണ് ഓവിഡ് ഡക്രോളി. അതും കൂടെ എന്ത് ചെയ്യുക? ഇതിന്റെ കൂട്ടത്തില് ഒന്ന് ഓർത്തിരിക്കുക. ഓവിഡ് ഡക്രോളി, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ലേണിംഗ്. എന്താണ് ലേണിംഗ് എന്ന് പറയുന്നത്? ഈസ് നോട്ട് എഫക്റ്റഡ് ബൈ എ ലേണേഴ്സ് ഇമോഷൻസ്, ഹാസ് വെരി ലിറ്റിൽ കണക്ഷൻ വിത്ത് ഇമോഷൻസ്, ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് എ ലേണേഴ്സ് ഇമോഷൻസ്, ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ എ ലേണേഴ്സ് ഇമോഷൻസ്. അപ്പൊ ലേണിംഗും ഇമോഷൻസും തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയാണ് വരുന്നത്? ഇവർ രണ്ടുപേരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എഫക്ട് ചെയ്യുന്നുണ്ടോ? ഇനി അതല്ലെങ്കിൽ ചെറിയൊരു കണക്ഷൻ ആണോ വരുന്നത്? ഇനി ലേണറുടെ ലേണിംഗ് കപ്പാസിറ്റിയും അവരുടെ ഇമോഷൻസ് തമ്മിൽ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് രണ്ടും വേറെ വേറെ രീതിയിലാണോ നിൽക്കുന്നത്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? എന്താണ് ഇവർ തമ്മിലുള്ള ശരിയായിട്ടുള്ള കണക്ഷൻ എന്ന് പറയുന്നത്? ലേണിംഗ് ആൻഡ് ഇമോഷൻസ്. എന്താണ് വരുന്നത്? നമുക്കറിയാം ലേണിംഗ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ എ ലേണേഴ്സ് ഇമോഷൻസ് അല്ലെ. ഇപ്പൊ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന അതല്ലെങ്കിൽ അത്യാവശ്യം നല്ല പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ ആ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എളുപ്പം കാര്യങ്ങൾ ലേൺ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇമോഷണലി ഡൗൺ ആയിട്ടിരിക്കുന്ന കുട്ടികൾക്ക് ലേൺ ചെയ്യാനായിട്ട് എന്തുണ്ടായിരിക്കും? അവർ കുറച്ചധികം സമയം എടുക്കുന്നുണ്ടായിരിക്കും അല്ലെ. അപ്പോ കുട്ടികൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് ആണ് അതല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഹാപ്പി ഇമോഷൻസ് ഒക്കെയാണ് ഉള്ളതെങ്കിൽ അവർ എളുപ്പം ലേണിംഗ് നടത്തും. അതല്ല നമ്മൾ ഇമോഷണലി വീക്കാണ്, ഡൗൺ ആയിട്ടിരിക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ലേണിങ്ങിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ
ലേണിംഗ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ എ ലേണേഴ്സ് ഇമോഷൻസ്. ഓക്കെ, അപ്പൊ ടീച്ചിങ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർ നിർബന്ധമായിട്ടും പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് നമ്മുടെ സൈക്കോളജിയും അതേപോലെ തന്നെ പെഡഗോജിയും. അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് നേടാൻ പറ്റുന്ന സബ്ജക്ട്സ് ആണ് സൈക്കോളജി അതേപോലെ തന്നെ പെഡഗോജി. അപ്പോൾ ഇവിടെ നമുക്ക് ടീച്ചിങ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർക്ക് പ്രത്യേകിച്ച് കേട്ടറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ ടീം സൈലം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ കേട്ടറ്റ് കാറ്റഗറി 1നും കാറ്റഗറി 2നും കാറ്റഗറി 3ക്കുമാണ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളുമാണ് നിങ്ങൾക്ക് നൽകുന്നത്. സൈലത്തിന്റെ ആപ്പ് ത്രൂ ആണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ അവൈലബിൾ ആയിട്ട് വരുന്നത്. നമുക്ക് എക്സാം വരെയും കോഴ്സിന് വാലിഡിറ്റി ഉണ്ടായിരിക്കും. അതല്ലെങ്കിൽ ഒരു 6 മാസത്തെ വാലിഡിറ്റി നിങ്ങൾക്ക് ഉറപ്പായിട്ടും കോഴ്സിന് കിട്ടും. ഇനി നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു പാടുണ്ട് എന്നൊക്കെയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എങ്ങോട്ടേക്ക് പോന്നോളൂ, നമ്മുടെ അടുത്തേക്ക് പോന്നോളൂ. നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിളിന്റെ ബേസിൽ കൃത്യമായിട്ടുള്ള ക്ലാസ്സുകളുടെ ബേസിൽ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ടീച്ചേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അടുത്ത് വരാൻ പോകുന്ന എക്സാമിന് നല്ല മാർക്കോട് കൂടിയിട്ട് ക്വാളിഫൈ ചെയ്യാനും സാധിക്കും. അപ്പൊ നമ്മുടെ കോഴ്സിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, നമ്പർ കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ കോഴ്സിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ പറയുന്നതായിരിക്കും. കൃത്യമായിട്ടുള്ള ഒരു മെന്റർ സപ്പോർട്ടോട് കൂടി പഠിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ഈ വരുന്ന കേട്ടിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ക്വാളിഫൈ ചെയ്യാം. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്ക് ഇനി വരാൻ പോകുന്ന വീഡിയോസിൽ പുതിയ ടോപ്പിക്സുമായിട്ട് വീണ്ടും കാണാം. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.